കോഴിക്കോട് ഫറൂഖിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞൊരാൾ മരിച്ചു എന്നൊരു വാർത്ത വരുന്നുണ്ട്. കൊല്ലം ആലങ്കോട് സ്വദേശിയായ അമലാണ് മരിച്ചത്. 15-ലേറെ പേർക്ക് പരിക്കേറ്റു. തിരുവനന്തപുരത്ത് നിന്ന് ഉടുപ്പിയിലേക്ക് പോവുകയായിരുന്ന കർണാടക രജിസ്ട്രേഷൻ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. എ കെ അഭിലാഷ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. എ കെ അഭിലാഷ്, എപ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്? എവിടെ വെച്ചായിരുന്നു അപകടം? പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമാണോ? അമലിൻ്റെ മരണവാർത്തയാണ് ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എപ്പോഴാണ് നടന്നത്? എന്താണ് അപകട കാരണമായി ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്? ഡോക്ടർ അരുൺകുമാർ, ഈ തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ ഉടുപ്പിയിലേക്ക് പോവുകയായിരുന്ന വാഹനമാണ് ഇന്നലെ ഫറൂഖ് മണ്ണൂർ വളവിൽ വെച്ച് അപകടത്തിൽപ്പെടുന്നത്. ബസ് മറിഞ്ഞു എന്നാണ് ഈ യാത്രക്കാർ പറയുന്നത്. ഇതിന് ഏതായാലും ഇപ്പോൾ ബസ് നിർത്തിവെക്കുകയും അതോടൊപ്പം തന്നെ ഏതാണ്ട് കുറേ ദൂരത്തേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഇതിലുണ്ടായിരുന്ന 27 യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. സ്ത്രീകളടക്കം കുട്ടികളടക്കമുള്ള 27 യാത്രക്കാരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. രാത്രി 2:30-ക്ക് ശേഷമാണ് ഈ വാഹനം അപകടത്തിൽപ്പെട്ടത് എന്നാണ് ഇതിലുണ്ടായിരുന്ന യാത്രക്കാർ പറയുന്നത്. അമിത വേഗതയിലായിരുന്നു ഈ വാഹനം ഓടിച്ചു വന്നത്. വളവുകളിൽ നിന്നൊക്കെ നേരത്തെ തന്നെ വലിയ തരത്തിൽ വെട്ടിച്ചു പോകുന്നതൊക്കെ വലിയ തരത്തിൽ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു എന്ന് കൂടി പറയുന്നു. ഈ ബസ്സിലെ യാത്രക്കാരോടും ഒക്കെ ഇത്തരത്തിലുള്ള പരാതികൾ പറഞ്ഞിരുന്നെങ്കിലും ബസ് ജീവനക്കാരുടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത്. ഏതായാലും വളരെ കാലത്തിന് ശേഷം ഇത്തരത്തിൽ ബസ്സിൽ പോകുന്ന സമയത്ത് വലിയ തരത്തിൽ ഇത്തരത്തിൽ വളരെ ഗുരുതരമായ രീതിയിൽ തന്നെയാണ് വാഹനം ഓടിച്ചത് എന്നുള്ള കാര്യമാണ് ഈ യാത്രക്കാർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിലെ ബസ്സിലുണ്ടായിരുന്ന ഡ്രൈവർ മദ്യപിച്ചിരുന്നു എന്നുള്ള സംശയം കൂടി അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയ തരത്തിലൊരു അപകടമാണ് ഇന്നലെ രാത്രി നടന്നത്. ഇത് വാഹനത്തിലുണ്ടായിരുന്ന ഒരാൾ, ഈ ബസ്സിൽ ഉണ്ടായിരുന്ന അതുൽ എന്ന് പറയുന്ന വ്യക്തി മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള 26 ആളുകളെയും അതോടൊപ്പം തന്നെ ബസ് ജീവനക്കാരെയും ഉടൻ തന്നെ നാട്ടുകാരൊക്കെ രക്ഷാപ്രവർത്തനം നടത്തി പുറത്തെത്തിച്ചു. പക്ഷേ ഒരാളെ ഈ ബസ്സിൽ നിന്ന് പുറത്തെത്തിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഇയാളാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ആളുകളുടെ ആരോഗ്യസ്ഥിതി അത്ര ഗുരുതരമല്ല എന്നാണ് പറയുന്നത്. ഏതായാലും കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലുമായി ഇവരെ 15ഓളം ആളുകളെ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും അതിഗുരുതരമായ അപകടം തന്നെയാണ്. രക്ഷാപ്രവർത്തനം നടത്തിയവരാരെങ്കിലും അവരുടെ പ്രതികരണം കൂടി നമുക്ക് എടുക്കാവുന്നതാണ്. ഈ ഘട്ടത്തിൽ ബസ് യാത്ര ചെയ്തവരാരെങ്കിലും ഈ കൂട്ടത്തിൽ നിൽക്കുന്നുണ്ടോ? ഈ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ആളുകളുടെ പ്രതികരണം നമ്മൾ നേരത്തെ തന്നെ തേടുകയും ചെയ്തിരുന്നു. മോൾ ബസ്സിലുണ്ടായിരുന്ന ആളല്ലേ? എപ്പോഴാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്? 2:30 സമയം. ഉറങ്ങിപ്പോയിരുന്നു ബസ്സിൽ? ഇല്ല, ഉറങ്ങാൻ പറ്റിയില്ല. എത്ര പേരുണ്ടായിരുന്നു? ഏകദേശം ഒരു 27 പേരുണ്ടായിരുന്നു പറഞ്ഞു. എങ്ങനെയായിരുന്നു ഈ അപകടം ഉണ്ടായെന്ന് പറയാമോ? അത് വണ്ടി ജെർക്ക് ചെയ്ത് ഒരുപാട് പിടി കിട്ടിയില്ല. ആള് കൺട്രോളിൽ ഉണ്ടായില്ല, വണ്ടി അങ്ങനെ തെറിച്ചു പോയതാ. എന്തുകൊണ്ടാണ് ഡ്രൈവർ മദ്യപിച്ചു എന്നുള്ള സംശയം തോന്നാനുള്ള കാരണം? ഭയങ്കര റാഷ് ഡ്രൈവിംഗ് ആയിരുന്നു. ഞങ്ങൾക്ക് ആർക്കും ഒന്നും ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായില്ല. ഭയങ്കര സ്പീഡ്, അങ്ങോട്ട് തട്ടണു ഇങ്ങോട്ട് തട്ടണു, ഭയങ്കര പ്രശ്നമായിരുന്നു. ഇതൊരു സ്ലീപ്പർ കോച്ചല്ലേ? ആരെങ്കിലും ഉറങ്ങിപ്പോയിരുന്നോ? ഞങ്ങളിൽ 5 പേരിൽ ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടുണ്ടായില്ല. ബാക്കി ആൾക്കാർ ഉറങ്ങിയോന്ന് ഞങ്ങൾക്കറിയില്ല. ബസ് ഡ്രൈവർ ഉറങ്ങിപ്പോയ സംശയമുണ്ടോ? ഇല്ല, മദ്യപിച്ചിരുന്നു എന്ന് തന്നെയാണ് കരുതുന്നത്. വളരെ മോശം ഡ്രൈവിംഗ് ആയിരുന്നു. അതെ അതെ. എത്ര പേരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്? ഏകദേശം 27 പേര്. ബസ് ജീവനക്കാർ എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത്? അവര് അങ്ങനെ ഇടപഴകിയൊന്നും ഇല്ലല്ലോ. ഞങ്ങൾ അങ്ങനെ അധികം ഇന്ററാക്ട് ചെയ്തില്ല. നിങ്ങൾ അവരോട് പരാതിപ്പെട്ടിരുന്നോ ബസ് ഇങ്ങനെ ഓടിക്കരുതായിട്ട്? ഇല്ല ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഞാനിത് ഫസ്റ്റ് ടൈമാണ് പോണേ. അപ്പോൾ അറിയില്ലല്ലോ ഇങ്ങനെയാണോ അത് എന്നൊന്നും അറിയില്ലായിരുന്നു. സ്ലീപ്പർ കോച്ച് ബസ് ഇങ്ങനെയാണോ പോകുന്നത് അറിയില്ല? ഇല്ല, ആദ്യമായിട്ടാണ്. എങ്ങോട്ടായിരുന്നു യാത്ര? മംഗലാപുരം. എവിടെ നിന്നാണ് ബസ്സിൽ കയറിയത്? ഞങ്ങൾ അങ്കമാലി എന്ന ബോർഡ് ചെയ്ത്. അങ്കമാലി ടൂർ ട്രിപ്പ് ആയിരുന്നു? അതെ. എവിടേക്ക്? ഒരു പാക്കേജ് ആയിട്ട് പോവുകയായിരുന്നു, അല്ലാതെ ഏതെങ്കിലും തരത്തിൽ സ്വന്തം നിലയ്ക്ക് പോവുകയായിരുന്നു? ചേച്ചിനെ കാണാൻ പോകുന്നു. അവർക്കാർക്കും പരിക്കില്ലല്ലോ. ഡ്രൈവർക്കെതിരെ അതിഗുരുതരമായ ആരോപണം തന്നെയാണ് ഇപ്പോൾ യാത്ര. 15ഓളം പേർക്ക് പരിക്കുണ്ട്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും അതോടൊപ്പം തന്നെ മറ്റ് സ്വകാര്യ ആശുപത്രികളിലുമായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവരുടെ പരിക്ക് അത്ര ഗുരുതരമല്ല എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. ഏതായാലും വരും മണിക്കൂറുകൾ മാത്രമേ ഇത് എത്രത്തോളം ഗുരുതരമാണ്, ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, എ കെ അഭിലാഷാണ് നമുക്കൊപ്പം ചേർന്നത്. ഫറൂഖിലാണ് കർണാടക രജിസ്ട്രേഷനുള്ള ബസ്. തിരുവനന്തപുരത്ത് നിന്നും ഉടുപ്പിക്ക് പോകുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 27 യാത്രക്കാരുമായി പോയ ബസ് വളരെ റാഷ് ഡ്രൈവിംഗിലായിരുന്നു. ഡ്രൈവറുടെ അശ്രദ്ധയോ ഒരുപക്ഷെ മദ്യപിച്ച ഡ്രൈവറോ ഡ്രൈവറുടെ മദ്യലഹരിയിലായിരുന്നു എന്ന കാര്യത്തിലും സംശയമുണ്ട്. അതിൽ യാത്രക്കാർ പറയുന്നത് റാഷ് ഡ്രൈവിംഗ് ആയിരുന്നു. വണ്ടി അമിത വേഗതയിൽ പലപ്പോഴും പോവുകയും വളവുകളിൽ അവർക്ക് ഉറങ്ങാൻ കഴിയാത്ത വിധത്തിൽ അവർ വളരെ അസ്വസ്ഥരായിരുന്നു യാത്രക്കാർ. എന്നാലും ഫറൂഖിൽ വെച്ചാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഈ അപകടത്തിൽ പരിക്കേറ്റ അതുൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ്. അദ്ദേഹം ആലങ്കോട് സ്വദേശിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപകടത്തിൽപ്പെട്ടത് കർണാടക രജിസ്ട്രേഷനുള്ള ബസ്സാണ്. നേരത്തെ കല്ലട ബസ് പാലക്കാട് അപകടത്തിൽപ്പെട്ടത് കുറച്ച് നാളുകൾക്ക് മുമ്പാണ്. ഇത്തരം അമിത വേഗതയിൽ വന്ന ടൂറിസ്റ്റ് ബസ്സാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. കൊല്ലം ആലങ്കോട് സ്വദേശിയായ അമൽ മരിച്ചു എന്ന വാർത്തയും എത്തുന്നു. മറ്റു 16 പേർക്ക് പരിക്കുണ്ട്. പക്ഷേ അവരുടെ നില ഗുരുതരമല്ല എന്നാണ് എ കെ അഭിലാഷ് ഇപ്പോൾ ഫറൂഖിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലെ രാത്രി 2:30 കൂടിയാണ് ഫറൂഖിൽ വെച്ച് ഈ അപകടം നടന്നിരിക്കുന്നത്.